ഏരിയയുടെ നമ്മൾ യൂണിറ്റ് പറയുന്നത് അല്ലെങ്കിൽ ഏരിയ അളക്കുന്നത് നമ്മൾ ചതുരശ്ര സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന ഒരു അളവ് വെച്ചിട്ടാണ്. എന്താണ് നമ്മൾ ഈ ചതുരശ്ര സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് പറയുന്നത് എന്ന് നോക്കാം. ഇതാ 1 സെൻറ്റിമീറ്റർ നീളവും 1 സെൻറ്റിമീറ്റർ വീതിയും ഉള്ള ഒരു സ്ക്വയർ. അപ്പോൾ ഇതിൻ്റെ ഏരിയ അല്ലെങ്കിൽ ഇതിൻ്റെ പരപ്പളവിനെയാണ് നമ്മൾ 1 സെൻറ്റിമീറ്റർ സ്ക്വയർ അഥവാ ഒരു ചതുരശ്ര സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത്. അത് 1 സെൻറ്റിമീറ്ററിന് പകരം 1 മീറ്റർ ആണെങ്കിൽ 1 മീറ്റർ നീളവും 1 മീറ്റർ വീതിയുമുള്ള ഒരു സമചതുരം. അപ്പോൾ അതൊരു സ്ക്വയറായി. അപ്പോൾ അതുകൊണ്ടാണ് അതിനെ മീറ്റർ സ്ക്വയർ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഏരിയ അല്ലെങ്കിൽ ഇതിൻ്റെ പരപ്പളവ് 1 മീറ്റർ സ്ക്വയർ ആണ്. ഇതിൻ്റേത് 1 സെൻറ്റിമീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ ഒരു ചതുരശ്ര സെൻറ്റിമീറ്റർ എന്ന് പറയും. ഇവിടെ നമ്മൾ ഒരു ചതുരശ്ര മീറ്റർ എന്ന് പറയും. ഒരു ചതുരം തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഏരിയ നമ്മളെങ്ങനെ കണ്ടുപിടിക്കും? ഒരു റെക്റ്റാങ്കിൾ അല്ലെങ്കിൽ ഒരു ചതുരം. അതാ ഇങ്ങോട്ട് 3 സെൻറ്റിമീറ്റർ ഉണ്ട്, ഇങ്ങോട്ട് 2 സെൻറ്റിമീറ്റർ. അങ്ങനെയുള്ള ഒരു റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? അതിൽ എത്ര സ്ക്വയറുകളുണ്ട്? നേരത്തെ നമ്മൾ കണ്ട പോലെ ഇങ്ങനെയുള്ള 1 സെൻറ്റിമീറ്റർ ഇൻറ്റു 1 സെൻറ്റിമീറ്റർ ആയിട്ടുള്ള എത്ര സ്ക്വയറുകൾ ഈ ഒരു ചതുരത്തിനുള്ളിൽ ഉണ്ട് എന്നാണ് നമ്മൾ നോക്കുന്നത്. അതിനാണ് ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. അത് ഇങ്ങോട്ട് നമ്മൾ പറഞ്ഞത് 3 സെൻറ്റിമീറ്റർ എന്നാണ്. അപ്പോൾ 3 സെൻറ്റിമീറ്ററിൻ്റെയും അവിടെ വെച്ചിട്ട് നമ്മളിങ്ങനെ മുറിച്ച് വരച്ച് കഴിഞ്ഞാൽ 3 ഒരു കട്ട പോലെ ഇരിക്കും. അതുപോലെ ഇങ്ങോട്ട് 2 സെൻറ്റിമീറ്റർ, ഇങ്ങോട്ടൊരു 2 കഷ്ണം ഇങ്ങനെ ഇരിക്കും. അപ്പോൾ അതിൽ അങ്ങനത്തെ ഒരു ചതുരശ്ര സെൻറ്റിമീറ്റർ, 1 സെൻറ്റിമീറ്റർ നീളവും 1 സെൻറ്റിമീറ്റർ വീതിയുമുള്ള ഒരു സ്ക്വയറാണിത്. അപ്പോൾ അങ്ങനത്തെ 1, 2, 3, 4, 5, 6 അങ്ങനെ 6 സ്ക്വയറുകളുണ്ട് അല്ലെങ്കിൽ 6 സമചതുരങ്ങളുണ്ട്. ഓരോന്നിൻ്റെയും ഏരിയ അല്ലെങ്കിൽ ഓരോന്നിൻ്റെയും പരപ്പളവ് 1 സെൻറ്റിമീറ്റർ സ്ക്വയറാണ്. അപ്പോൾ ഇത് അങ്ങനത്തെ ഒരു സമചതുരം, ഇത് രണ്ടാമത്തെ, ഇത് മൂന്നാമത്തെ, 4, 5, 6. അപ്പോൾ ആകെ അതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 6 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് നമ്മൾ പറയും. അപ്പോൾ ഇങ്ങനത്തെ 6 എണ്ണം അതിലുള്ളതുകൊണ്ട് 6 സെൻറ്റിമീറ്റർ സ്ക്വയർ അഥവാ 6 ചതുരശ്ര സെൻറ്റിമീറ്റർ എന്ന് പറയും. ഇതുപോലെ എത്ര ആണെങ്കിലും ഇപ്പോൾ ഇങ്ങോട്ട് 10 എണ്ണം ഉണ്ട്, ഇങ്ങോട്ട് 15 എണ്ണം ഉണ്ടെങ്കിൽ ഇതുപോലെ 10 സ്ക്വയറുകൾ ഉള്ള ഒരു റോ അല്ലെങ്കിൽ ഒരു വരി ഉണ്ട്. അപ്പോൾ അതുപോലത്തെ 15 വരികളുണ്ട്. നമുക്ക് ഒരു 15 വരികളായിട്ട് ഇങ്ങനെ അടുക്കി വെച്ചിട്ടുള്ളത് നോക്കി കഴിഞ്ഞാൽ ആകെ എണ്ണിക്കഴിഞ്ഞാൽ ഒരു 10 എണ്ണം വീതമുള്ള 15 വരി. അപ്പോൾ 10 × 15 150 ചെറിയ സ്ക്വയറുകളുണ്ടാവും. 1 സെൻറ്റിമീറ്റർ × 1 സെൻറ്റിമീറ്റർ ആയിട്ടുള്ള 150 സ്ക്വയറുകളുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഏരിയ അല്ലെങ്കിൽ അതിൻ്റെ പരപ്പളവ് 150 സെൻറ്റിമീറ്റർ സ്ക്വയർ അഥവാ 150 ചതുരശ്ര സെൻറ്റിമീറ്റർ എന്ന് നമുക്ക് പറയാം. ഇത് നമുക്ക് പൊതുവെ പറഞ്ഞു കഴിഞ്ഞാൽ പരപ്പളവ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഏരിയ എന്ന് പറയുന്നത് നീളം ഇൻറ്റു വീതി അല്ലെങ്കിൽ ഒരു വശത്തേക്കുള്ള നീളം ഇൻറ്റു മറ്റേ വശത്തേക്കുള്ള നീളം. അതാണ് നീളം ഇൻറ്റു വീതി എന്ന് പറയുന്നത്. നീളം എന്ന് പറയുന്നത് നമ്മൾ കൂടുതലുള്ള കൂടുതലുള്ള വശത്തിൻ്റെ നീളത്തിനെ നീളം എന്ന് പറയും. മറ്റേ വശത്തിൻ്റെ നീളത്തിനെ നമ്മൾ ചെറിയതിനെ വീതി എന്ന് പറയും. ചിലപ്പോൾ രണ്ടും തുല്യമായിരിക്കാം, രണ്ടും സെയിം ആണെങ്കിലും അതിനെ നമ്മൾ ഇത് ഒന്ന് നീളം ഒന്ന് വീതി എന്ന് കണക്കാക്കി എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് 5 ഇത് 5 ആണെങ്കിൽ 5 × 5 അപ്പോൾ 5 സ്ക്വയർ വീതമുള്ള 5 റോ അല്ലെങ്കിൽ 5 വരി ഉണ്ടാവും. അത് ഏരിയ = ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എന്ന് പറയുന്നത്. അതാണ് നമുക്ക് പരപ്പളവ് കണ്ടുപിടിക്കാനുള്ള ഒരു ഫോർമുല എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഉദാഹരണത്തിന് നമ്മൾ ഇങ്ങോട്ട് 6 മീറ്ററും ഇങ്ങോട്ട് ഉള്ള നീളം 4 മീറ്ററുമാണെങ്കിൽ അതിൻ്റെ ഏരിയ 6 മീറ്റർ × 4 മീറ്റർ അപ്പോൾ 24 മീറ്റർ സ്ക്വയർ അഥവാ 24 ചതുരശ്ര മീറ്റർ എന്ന് പറയും. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ പോലെ വരച്ച് കഴിഞ്ഞാൽ ഇത് ഇങ്ങോട്ട് 4 കഷ്ണങ്ങളുണ്ടാവും, ഇങ്ങോട്ട് 6 കഷ്ണങ്ങളുണ്ടാവും. അപ്പോൾ 6 കഷ്ണം വീതമുള്ള 4 വരികൾ ആയിട്ട് എണ്ണിക്കഴിഞ്ഞാൽ നമുക്ക് അങ്ങനത്തെ 24 സ്ക്വയറുകൾ അല്ലെങ്കിൽ 24 സമചതുരങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ കണ്ടുപിടിക്കാൻ പറ്റും. അതാണ് അതിൻ്റെ ഏരിയ.
പക്ഷേ എപ്പോഴും ഇത് ഒരു കൃത്യം അങ്ങനെ മുഴുവൻ സംഖ്യ ആവണമെന്നില്ല. ഉദാഹരണത്തിന് ഇങ്ങോട്ട് 6 മീറ്റർ, ഇങ്ങോട്ടൊരു 3.5 മീറ്റർ ആണെങ്കിലോ, അപ്പോഴും നമുക്ക് ഇതേ ഫോർമുല അല്ലെങ്കിൽ ഇതേ സമവാക്യം ഉപയോഗിക്കാം. 6 മീറ്റർ ഇൻറ്റു 3.5 മീറ്റർ എന്ന് പറഞ്ഞാൽ 6 ഇൻറ്റു 3.5 21 മീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ 21 ചതുരശ്ര മീറ്റർ. അപ്പോൾ അത് നമ്മൾ ഏരിയ കാണുന്നതിൻ്റെ നേരത്തെ വരച്ച രീതിയിൽ ആലോചിച്ച് കഴിഞ്ഞാൽ ഇങ്ങോട്ട് ഒരു മുഴുവൻ സമചതുരം ഉണ്ടാവും, ഇങ്ങോട്ടൊരു മുഴുവൻ സമചതുരം ഉണ്ടാവും, ഇങ്ങോട്ടൊരു മുഴുവൻ സമചതുരം ഉണ്ടാവും, പിന്നെ അതിൻ്റെ മുകളിലൊരു അര സമചതുരം ഉണ്ടാവും. അങ്ങനെ ഒരു 3.5 സമചതുരം ഇങ്ങനെ ഇങ്ങോട്ട് വെച്ചിട്ട് അതുപോലത്തെ 6 എണ്ണം ഇങ്ങനെ നിരത്തി വെച്ച പോലെ ഉണ്ടാവും. അപ്പോൾ മൊത്തം എണ്ണിക്കഴിഞ്ഞാൽ ഒരു 3 ഇൻറ്റു 6, 6 3 18 അല്ലെങ്കിൽ മുഴുവൻ സമചതുരം ഉണ്ടാവും. 18 സമചതുരം മുഴുവനായിട്ടുണ്ടാവും. പിന്നെ 6 അര സമചതുരങ്ങളുണ്ടാവും, 6 ഹാഫ് സ്ക്വയറുകൾ, 18 ഫുൾ സ്ക്വയറുകൾ. അപ്പോൾ 18 ഫുൾ സ്ക്വയേഴ്സ് പ്ലസ് 6 ഹാഫ് സ്ക്വയർ അല്ലെങ്കിൽ 18 മുഴുവൻ സമചതുരം 6 അര സമചതുരങ്ങളും ചേർന്ന് 6 ഇൻറ്റു അര 3. അപ്പോൾ അതിൻ്റെ ഈ 6 ചെറിയ ഇതിൻ്റെ ഏരിയ ആണ് 3. പിന്നെ 18 എണ്ണത്തിൻ്റെ മുഴുവൻ 18, 18 3 21. അപ്പോൾ അതാണ് 6 ഇൻറ്റു 3.5 21 എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു 12 ചതുരശ്ര സെൻറ്റിമീറ്റർ പരപ്പളവുള്ള ഒരു റെക്റ്റാങ്കിൾ ഏതൊക്കെ രീതിയിൽ ഉണ്ടാവും? പലതരത്തിൽ അത് വരാം. ഉദാഹരണത്തിന് നീളം ഇൻറ്റു വീതി, അല്ലെങ്കിൽ ഒരു വശം ഇൻറ്റു മറ്റേ വശം 12 ആണെന്നുള്ളൂ. അപ്പോൾ ഇങ്ങോട്ട് 4 സെൻറ്റിമീറ്റർ, ഇങ്ങോട്ട് 3 സെൻറ്റിമീറ്റർ ആകാം, അല്ലെങ്കിൽ ഇങ്ങോട്ട് 3 സെൻറ്റിമീറ്റർ, ഇങ്ങോട്ട് 4 സെൻറ്റിമീറ്റർ ആകാം. ഇതിലൊക്കെ നോക്കി കഴിഞ്ഞാൽ 12 സ്ക്വയറുകൾ, 12 ചെറിയ സ്ക്വയറുകൾ, 1 2 3 4, 4 3 12, അങ്ങോട്ട് അല്ലെങ്കിൽ 3 4 12, അല്ലെങ്കിൽ 6 2 12, 6 സെൻറ്റിമീറ്റർ ഇങ്ങോട്ട്, 2 സെൻറ്റിമീറ്റർ ഇങ്ങോട്ട്. ഇതിൻ്റെ എല്ലാം ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് ഒന്ന് തന്നെയാണ്. അതെല്ലാം 12 ആണ്. 6 ഇൻറ്റു 2 ആണെങ്കിലും 3 ഇൻറ്റു 4 ആണെങ്കിലും 4 ഇൻറ്റു 3 ആണെങ്കിലും ഒക്കെ നമുക്ക് 12 കിട്ടും. അതുമല്ലെങ്കിൽ ഇങ്ങനെയാവും, ഒരു വശത്തേക്ക് 12 സെൻറ്റിമീറ്റർ, ഈ വശത്തേക്ക് 1 സെൻറ്റിമീറ്റർ. അപ്പോൾ 12 ഇൻറ്റു 1 അങ്ങനെയൊക്കെ എങ്ങനെയും നമുക്ക് കിട്ടും. പക്ഷേ ഇതിൽ തന്നെ ഏരിയ 12 സെൻറ്റിമീറ്റർ സ്ക്വയർ അഥവാ 12 ചതുരശ്ര സെൻറ്റിമീറ്ററിനും അതിൻ്റെ ഒരു വശം 6 സെൻറ്റിമീറ്ററും ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ എത്ര ചതുരം കിട്ടും? ഒരു വശം 6 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ വശം ഇൻറ്റു മറ്റേ വശം നമുക്ക് 12 എന്ന് കിട്ടണം. അപ്പോൾ 6 ഇൻറ്റു 2 12. അപ്പോൾ അങ്ങനെ മാത്രമേ അത് പറ്റുള്ളൂ. അപ്പോൾ 6 ഇൻറ്റു മറ്റേ വശത്തിൻ്റെ നീളം 12 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. അപ്പോൾ മറ്റേ വശത്തിൻ്റെ നീളം നമുക്ക് കണ്ടുപിടിക്കാൻ 12നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 12/6 2 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് അതുണ്ടാവുക, 6 സെൻറ്റിമീറ്റർ ഇൻറ്റു 2 സെൻറ്റിമീറ്റർ. അതങ്ങനെ മാത്രമേ പറ്റുള്ളൂ. അല്ലെങ്കിൽ തിരിച്ച് എങ്ങനെയും വരയ്ക്കാം. അപ്പോൾ 6 സെൻറ്റിമീറ്റർ മുകളിലേക്കും 2 സെൻറ്റിമീറ്റർ ഇങ്ങോട്ടായിട്ട് വരച്ചാലും മതി. അത് പക്ഷേ 6 ഒരു വശത്തിൻ്റെ നീളം 6ഉം മറ്റേ വശത്തിൻ്റെ നീളം 2ഉം തന്നെ ആകും. എന്നുവെച്ചാൽ ഒരു വശത്തിൻ്റെ നീളം 6 എന്ന് തന്നിട്ടുള്ളത് കൊണ്ട് മറ്റേ വശത്തിൻ്റെ നീളം ഇനി നമുക്ക് അത് മാറില്ല. ഒരു വശത്തിൻ്റെ നീളം ഇപ്പോൾ 12 സെൻറ്റിമീറ്റർ എന്നാണ് തന്നിട്ടുള്ളതെങ്കിൽ മറ്റേ വശത്തിൻ്റെ നീളം 1 സെൻറ്റിമീറ്റർ ആകും. അപ്പോൾ 12 ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ 12 സെൻറ്റിമീറ്റർ സ്ക്വയർ. അപ്പോൾ ഒരു വശത്തിൻ്റെ നീളം നമുക്ക് ഒരു എ എന്നാണ് തന്നിട്ടുള്ളതെങ്കിൽ, ഒരു എ എന്ന് തന്നിട്ടുണ്ടെങ്കിൽ ആകെ ഏരിയ 12 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് തന്നിട്ടുണ്ടെങ്കിൽ മറ്റേ വശത്തിൻ്റെ നീളം നമുക്ക് ബി = 12/a എന്ന് പറയും. അപ്പോൾ 12 = a ഇൻറ്റു ബി എന്ന് കിട്ടണം. അത്രേ ഉള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒരൊറ്റ ബി എ ഉണ്ടാവുള്ളൂ. അപ്പോൾ എ കൃത്യമായി തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ബി മാത്രമേ അങ്ങനെ ഉണ്ടാവൂ എന്ന് നമുക്ക് മനസ്സിലാക്കാം.
എന്നാൽ ഒരു ത്രികോണത്തിൻ്റെ പരപ്പളവ് നമ്മളെങ്ങനെ കണ്ടുപിടിക്കും? നമുക്ക് നോക്കാം. അപ്പോൾ ഒരു ത്രികോണം എന്ന് പറഞ്ഞാൽ ഈ ത്രികോണത്തിൻ്റെ കാര്യത്തിൽ അത് കുറച്ചൊക്കെ എളുപ്പമാണ്. ഇതിങ്ങോട്ട് 4 സെൻറ്റിമീറ്റർ, ഇങ്ങോട്ട് 2 സെൻറ്റിമീറ്റർ, ഇങ്ങോട്ട് കൃത്യം അത് നടുവിലാണ് ഇങ്ങനെ മുകളിലേക്ക് വരച്ചിട്ടുള്ളത് നമ്മൾ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എത്ര സ്ക്വയറുകളുണ്ടെന്ന് നോക്കി കഴിഞ്ഞാൽ 2 മുഴുവൻ സ്ക്വയറുകളുണ്ട്. അപ്പോൾ ഈ 2, പിന്നെ ഇതൊരു സ്ക്വയറിൻ്റെ പകുതി, ഇതൊരു സ്ക്വയറിൻ്റെ പകുതി, ഇതൊരു സ്ക്വയറിൻ്റെ പകുതി, ഇതൊരു സ്ക്വയറിൻ്റെ പകുതി. അതാണ് ഞാൻ ഈ ഹാഫ് 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 അല്ലെങ്കിൽ പകുതി 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 2ഉം പിന്നെ 4 ഹാഫും 4 പകുതിയും ചേർക്കുമ്പോൾ 4 സെൻറ്റിമീറ്റർ സ്ക്വയർ. 2 + അര + അര + അര + അര ആണ് 4 സെൻറ്റിമീറ്റർ സ്ക്വയറാണ് ഈ ത്രികോണത്തിൻ്റെ ഏരിയ അല്ലെങ്കിൽ പരപ്പളവായിട്ട് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇങ്ങോട്ട് 4 സെൻറ്റിമീറ്ററാണ്, ഇങ്ങോട്ട് ഉയരം 2 സെൻറ്റിമീറ്ററാണ്. അത് ഉയരം കൃത്യം നടുവിലാണ് ഇങ്ങനെ പോകുന്നത്. പക്ഷെ അത് നടുവിലല്ലെങ്കിലോ, അപ്പോൾ 4 സെൻറ്റിമീറ്റർ ഇങ്ങനെയും 2 സെൻറ്റിമീറ്റർ ഉയരം, പക്ഷേ ഇവിടെയാണ് ഈ 2 സെൻറ്റിമീറ്റർ ഉയരം ഇങ്ങനെ പോകുന്നത്, മൂന്നാമത്തെ ഒരു കോർണർ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഏരിയ എത്രയായിരിക്കും? ഇത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത്ര എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഏരിയ എത്രയാണ്? ഇതിൻ്റെ ഈ ഒരൊറ്റ സ്ക്വയർ മാത്രമേ നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റുള്ളൂ. ഈ സ്ക്വയറിൻ്റെ ഏരിയ 1 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് പറയാം. പക്ഷേ ബാക്കിയുള്ളതിൻ്റെ ഒന്നും അങ്ങനെ കൃത്യമായിട്ട് നമുക്ക് എണ്ണാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ നമുക്ക് അര, ഹാഫ് എന്ന് പറയുന്ന പോലെ ഇവിടെ നമുക്ക് ഹാഫ് എന്ന് പറയാൻ പറ്റില്ല, ഇതിനും നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെയാണ് ഇതൊക്കെ ഉള്ളത്. പക്ഷേ നമുക്കതിന് വേറൊരു രീതിയിൽ നമുക്ക് ആലോചിച്ച് നോക്കാം. അപ്പോൾ ഇങ്ങോട്ട് 4 സെൻറ്റിമീറ്റർ ഇങ്ങോട്ട് നീളം, 2 സെൻറ്റിമീറ്റർ വീതി, അങ്ങനെയുള്ള ഒരു ചതുരം വരച്ച് ആ ചതുരത്തിൻ്റെ ഉള്ളിൽ നമ്മൾ ഈ ത്രികോണം വരച്ചു. നമ്മളിവിടെ മുകളിൽ വരച്ച അതേ ത്രികോണമാണിത്. പക്ഷേ അതിൻ്റെ പുറമേ കൂടെ ഒരു ചതുരം മുഴുവൻ വരച്ചിട്ട് ഈ ത്രികോണം വരയ്ക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഏരിയ എത്രയുണ്ട് എന്ന് നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ആദ്യം ഈ ഭാഗം മാത്രം എടുക്കാം. ഈ ഭാഗം മാത്രം, ഇതിൻ്റെ ഇടത്ത് ഭാഗത്തുള്ള ഭാഗം മാത്രം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഏരിയ എത്രയുണ്ടെന്ന് ആലോചിച്ച് നോക്കൂ. അതൊരു ചതുരത്തിൻ്റെ ഏരിയയുടെ പകുതിയാണ്. അപ്പോൾ നമ്മൾ നോക്കിയാൽ ഇത്രയ്ക്കുള്ള ഒരു ചതുരം, ഒരു 2 സെൻറ്റിമീറ്റർ ഇങ്ങോട്ടും 1 സെൻറ്റിമീറ്റർ ഇങ്ങോട്ടുമുള്ള ഒരു ചതുരം അല്ലെങ്കിൽ റെക്റ്റാങ്കിളിൻ്റെ ഏരിയയുടെ പകുതി ഭാഗം നമ്മുടെ ഈ ട്രയാങ്കിളിലുണ്ട്. അതുപോലെ ഇപ്പോഴത്തെ വലതുഭാഗത്തെ റൈറ്റ് സൈഡിലെ ഭാഗം നോക്കിയാൽ ഇതാ 3 സെൻറ്റിമീറ്റർ നീളം 2 സെൻറ്റിമീറ്റർ വീതിയുമുള്ള ഒരു റെക്റ്റാങ്കിളിൻ്റെ പകുതി ഭാഗം നമ്മുടെ ട്രയാങ്കിളിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഏരിയയും ഈ ഇപ്പുറത്ത് നമ്മൾ ഇതിൻ്റെ ഏരിയയും കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മൊത്തം ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ കിട്ടും. അപ്പോൾ അത് ഓരോന്നിനെയും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 2 ചതുരമായിട്ട് നമ്മൾ കാണാം. അപ്പോൾ ആദ്യം കണ്ട ചതുരമാണ് ഇവിടെ നമ്മൾ വരച്ചത്, രണ്ടാമത് കണ്ട ചതുരമാണ് ഈ വരച്ചത്. ഈ ചതുരത്തിൻ്റെ മൊത്തം ഏരിയ 2 × 1 = 2 സെൻറ്റിമീറ്റർ സ്ക്വയറാണ്. അപ്പോൾ അതിൻ്റെ പകുതി ഭാഗമാണ് ട്രയാങ്കിളിലുള്ളത്, അപ്പോൾ അതിൻ്റെ പകുതിയാണ് 1. അപ്പോൾ ഈ 2ൻ്റെ പകുതി, അതായത് 2 × ഹാഫ് അല്ലെങ്കിൽ 2 × അര, അത് 1. അതാണ് ഈ ഭാഗത്തുനിന്ന് വരുന്നത്. ഈ ഭാഗത്താണെങ്കിലോ നമുക്ക് 3 × 2 എന്നുള്ള ഒരു ചതുരമാണുള്ളത്, അല്ലെങ്കിൽ ഈ റെക്റ്റാങ്കിളിൻ്റെ 3 സെൻറ്റിമീറ്റർ × 2 സെൻറ്റിമീറ്റർ. അതിൻ്റെ ആകെ ഏരിയ 3 × 2 6 സെൻറ്റിമീറ്റർ സ്ക്വയറാണ്. അപ്പോൾ അതിൻ്റെ പകുതി ഭാഗമാണ് നമ്മുടെ ട്രയാങ്കിളുള്ളത്. അപ്പോൾ 6 × ഹാഫ് അല്ലെങ്കിൽ 6ൻ്റെ പകുതി 3. അപ്പോൾ ഈ 6ൻ്റെ പകുതി 3ഉം ഈ 2ൻ്റെ പകുതി 1ഉം അത് ചേർത്തിട്ട് 1 + 3 അത് 4 സെൻറ്റിമീറ്റർ സ്ക്വയറാണ്. അതാണ് ഈ ട്രയാങ്കിളിൻ്റെ മൊത്തം പരപ്പളവ് അല്ലെങ്കിൽ ആ ട്രയാങ്കിൾ കവർ ചെയ്യുന്ന ഏരിയ. ഈ ട്രയാങ്കിളിൻ്റെ ഇവിടുത്തെ ഈ
ഷെയ്ഡ് ചെയ്ത ഏരിയയും ഈ നമ്മളിവിടെ വരച്ച ഏരിയയും കൂട്ടിക്കഴിഞ്ഞാൽ 1 + 3 4 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്നാണ് കിട്ടുക. അതായത് 2 ചതുരങ്ങളായി നമ്മൾ തിരിച്ചു, രണ്ടിൻ്റെയും പകുതി വീതം എടുത്തു. അതായത് നമുക്ക് ഒരു ട്രയാങ്കിളിൻ്റെ ഒരു വശവും, അതായത് നമ്മൾ പാദം അല്ലെങ്കിൽ താഴത്തെ വശവും അവിടുന്ന് മൂന്നാമത്തെ വശത്തേക്കുള്ള ഒരു ഉയരവും അല്ലെങ്കിൽ ഹൈറ്റും കിട്ടിക്കഴിഞ്ഞാൽ ഇതിന് നമുക്ക് എ എന്ന് പറയാം. ഇങ്ങോട്ട് നമ്മളുടെ ഭാഗത്തിന് ബി എന്ന് ഈ ഹൈറ്റ് അല്ലെങ്കിൽ ഉയരം ആണെങ്കിൽ അതിൻ്റെ മൊത്തം ഏരിയ എന്ന് പറയുന്നത് നമുക്ക് ഈ ചതുരത്തിൻ്റെ ഏരിയയുടെ പകുതി ഈ ചതുരത്തിൻ്റെ ഏരിയയുടെ പകുതി അത് കൂട്ടിയതാണ്. അതെന്ന് പറഞ്ഞാൽ മൊത്തം നമ്മൾ ഈ കാണുന്ന ഈ ചതുരത്തിൻ്റെ ഏരിയയുടെ പകുതിയായിട്ട് വരും. അപ്പോൾ ഈ ഇവിടുത്തെ ഈ പാർട്ടിൻ്റെ പകുതി ഇവിടുത്തെ ഈ പാർട്ടിൻ്റെയും പകുതി എന്ന് പറഞ്ഞാൽ ഈ മൊത്തമായിട്ടുള്ള റെക്റ്റാങ്കിളിൻ്റെ അല്ലെങ്കിൽ മൊത്തമായിട്ടുള്ള ചതുരത്തിൻ്റെ എ ഇൻറ്റു ബി ആണ് നമ്മളതിൻ്റെ ഏരിയ. അപ്പോൾ അതിൻ്റെ പകുതി എടുത്തു കഴിഞ്ഞാൽ ഈ രണ്ട് സ്ക്വയർ റെക്റ്റാങ്കിളിൻ്റെയും ഏരിയയുടെ പകുതികൾ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഈ എ ഇൻറ്റു ബി എന്ന് പറയുന്ന മൊത്തം റെക്റ്റാങ്കിളിൻ്റെ പകുതി ഏരിയയാണ്. അപ്പോൾ എ ഇൻറ്റു ബി സെൻറ്റിമീറ്റർ സ്ക്വയറിൻ്റെ പകുതി, അതായത് എ ഇൻറ്റു ബി /2 എന്ന് നമുക്കതിൻ്റെ ഏരിയ പറയാം. അപ്പോൾ ത്രികോണത്തിൻ്റെ പരപ്പളവിന് നമുക്കൊരു സമവാക്യം അങ്ങനെ പറയാം, അല്ലെങ്കിൽ അതിൻ്റെ ഫോർമുല പറയുകയാണെങ്കിൽ ഏരിയ ഓഫ് എ ട്രയാങ്കിൾ അല്ലെങ്കിൽ ത്രികോണത്തിൻ്റെ പരപ്പളവ് ഈ ബേസ് എന്ന് പറയുന്നത് നമ്മുടെ ഈ എ എന്ന് പറയുന്ന ദൂരം ഇൻറ്റു ഹൈറ്റ് ഇവിടെ ബി /2. അപ്പോൾ ബി എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ തന്നെ ആവണമെന്നില്ല, ഇതിൻ്റെ മൂന്നാമത്തെ പോയിൻ്റ് ഇവിടെ ആവണമെന്നില്ല, ഇവിടെ ആവാം, ഇവിടെ എവിടെയും ആവാം. എവിടെ ആയാലും നമുക്ക് ഈ ഹൈറ്റിലുള്ള ഏത് പോയിൻറ്റിൽ നമ്മൾ മൂന്നാമത്തെ പോയിൻ്റ് വരച്ചാലും, എയിൽ നിന്ന് ഇങ്ങനെ ട്രയാങ്കിൾ വരച്ചാലും ഇങ്ങനെ ട്രയാങ്കിൾ വരച്ചാലും എല്ലാം അതിൻ്റെ ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് ഇത് തന്നെ ആയിരിക്കും. അപ്പോൾ ബേസ് ഇൻറ്റു ഹൈറ്റ്/2 അല്ലെങ്കിൽ പാദം ഈ എ ഇൻറ്റു ഉയരം എന്ന് പറയുന്നത് ബി, അത് പാദം ഇൻറ്റു ഉയരം /2. അതാണ് ഇതിൻ്റെ ഏരിയ അഥവാ ഈ ത്രികോണത്തിൻ്റെ പരപ്പളവ്. ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.